കാണുമ്പോൾ വിചാരിക്കും കപ്പലിൽ തുലാഭാരം തൂക്കിയതാണ്. അതല്ല, ഇത് ബൾക്ക് ഏരിയർ കപ്പലിൽ ഡ്രാഫ്റ്റ് ചെക്ക് ചെയ്യുക. ബൾക്ക് ഏരിയർ കപ്പലിൽ നമ്മൾ കാർഗോ ലോഡ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് സർവേ വെച്ചിട്ടാണ്. അതായത് ഡ്രാഫ്റ്റ് കപ്പൽ എത്ര മുങ്ങിക്കിടക്കുന്നു നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാർഗോ എത്ര ലോഡ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ പിന്നിൽ ആഫ്റ്റിലെ ഡ്രാഫ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. ടാങ്കറിലൊക്കെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൊവിഷൻ ക്രെയിൻ യൂസ് ചെയ്തിട്ടാണ് ആഫ്റ്റിലെ ഡ്രാഫ്റ്റ് എടുക്കുക. ഇപ്പോൾ ഗോപ്രോ പോലുള്ള ക്യാമറ നേരെ താഴത്തേക്ക് ഇറക്കിയിട്ട് നോക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് പണ്ട് മുതലേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ്. കപ്പലിൽ പ്രൊവിഷൻ ക്രെയിൻ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡത്തെ ഡ്രാഫ്റ്റ് മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ. ആഫ്റ്റത്തെ ഡ്രാഫ്റ്റ് ലാഡർ കൂടെ പോയി നോക്കൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കും. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു കാർഗോ നെറ്റും അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് പാലറ്റോ അല്ലെങ്കിൽ വുഡൻ പാലറ്റോ അതിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ക്രെയിനിൽ അത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ലോവർ ചെയ്യുക. അങ്ങനെ ലോവർ ചെയ്ത് വാട്ടർ ലെവൽ വരെ ലോവർ ചെയ്യും. അങ്ങനെ ലോവർ ചെയ്താലേ നമുക്ക് ആഫ്റ്റർ ഡ്രാഫ്റ്റ് കാണാൻ പറ്റുള്ളൂ. പോർട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ജെട്ടിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ ആങ്കറിലാകുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. പോർട്ടിലെത്തിക്കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് സർവേക്ക് ഒന്നെങ്കിൽ നമ്മൾ ജെട്ടിയിൽ പോയിട്ട് എടുക്കും, അല്ലെങ്കിൽ ചില പോർട്ടുകളിൽ 6 സൈഡ് ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബോട്ട് വരും. ബോട്ടിൽ നമ്മൾ കപ്പലിൻ്റെ ചുറ്റും പോയിട്ടാണ് ഡ്രാഫ്റ്റ് ചെക്ക് ചെയ്യുക. നോർമലി നമ്മളും ഡ്രാഫ്റ്റ് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു ജോയിൻറ്റ് ഡ്രാഫ്റ്റ് സർവേ ആണ് ചെയ്യുക. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫിഗറും അവർ കാൽക്കുലേറ്റ് ചെയ്ത ഫിഗറും മാച്ചായിട്ട് വരണം. എന്നാലേ നമ്മൾ കാർഗോ അത്ര തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അതുപോലെ ഡ്രാഫ്റ്റ് സർവേയർക്കും നമുക്കും ഒരേപോലെ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മളെ കാർഗോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഡ്രാഫ്റ്റ് സർവേ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മെയിൻലി ഫേസ് 1 ഫേസ് 2 ചീഫ് മെയ്റ്റ്സ് പ്രിപ്പറേഷൻസ് എക്സാമിനേഷൻസിൽ അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും എക്സാമിന് ക്വസ്റ്റ്യൻസും ആയിട്ട് വരുന്നതാണ്. കപ്പൽ വല്ലാതെ റോളിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ക്രെയിൻ കിടന്നാടുമ്പോൾ നമ്മളും കൂടെ ആടും. അത് വളരെ റിസ്ക്കിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ സേഫ്റ്റി. അത് നോക്കിയിട്ട് നമ്മൾ കപ്പലിൽ ഏത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ.